ഭരണത്തിൽ ജനങ്ങൾക്കുള്ള പങ്കാളിത്തം ഉറപ്പാക്കുക എന്ന ലക്ഷ്യം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ സർക്കാർ കൊണ്ടുവന്നതായിരുന്നു മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന പദ്ധതി. ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയുമായി നേരിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള പ്രശ്നപരിഹാര സെല്ലായി സ്ഥാപനം പ്രവർത്തിച്ചു വന്നു. സ്ഥാപനത്തിൽ 51 കരാർ ജീവനക്കാരും 54 സർക്കാർ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടു. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ സ്ഥാപനം ഇന്നലെ രാത്രി പ്രവർത്തനം അവസാനിപ്പിച്ചു. ഇതോടെ കരാറിലേർപ്പെട്ട 38 ടെലികോളർമാരും 5 IT ജീവനക്കാരുമടക്കം 50-ലധികം പേരാണ് പുറത്തായത്. ഒരു വർഷം വരെ നീളുന്ന കരാറിലാണ് ഭൂരിഭാഗവും CPM അനുഭാവികളായ ഇവർ ജോലി ചെയ്തത്. അതോടൊപ്പം ടീമിലുണ്ടായിരുന്ന 54 സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇനി അവരവരുടെ വകുപ്പുകളിലേക്ക് മടങ്ങാം. റവന്യൂ, LSGD, പോലീസ്, ഓപ്പറേഷൻസ് ആൻഡ് ബാങ്കിംഗ്, വിദ്യാഭ്യാസം, സെക്രട്ടേറിയറ്റ്, KSEB അടക്കമുള്ള വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരാണ് ഇവർ. 2025 സെപ്റ്റംബറിലാണ് മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന പേരിൽ തിരുവനന്തപുരത്ത് പ്രശ്നപരിഹാര സെല്ല് ആരംഭിച്ചത്. കിഫ്ബിയിൽ നിന്നായിരുന്നു പദ്ധതിയുടെ പ്രവർത്തനത്തിനായുള്ള പണം കണ്ടെത്തിയിരുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളെ കൂടെ ചേർത്ത് നിർത്തുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഈ പദ്ധതി നടപ്പിലാക്കിയതെന്നുള്ള ആക്ഷേപം ഉയർന്നിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി പരാജയം നേരിട്ടതോടെ ഈ പദ്ധതിക്ക് ഷട്ടറിടുകയാണ്. തിരുവനന്തപുരത്തു നിന്നും PV രഞ്ജിത്തിനൊപ്പം വിഷ്ണു കരുണാകരൻ, സി മലയാളം ന്യൂസ്.